Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും സ്നാക്ക് ടൈമിലും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ട്ടോ. ഞാനിപ്പോൾ ബ്രെഡിന്റെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കുക എന്നുള്ള രീതിയിലാണ്. ലഞ്ചിന്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തിടാനാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന പല സമയത്ത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ എഗ് ബുർജി. എഗ് ബുർജി നമ്മൾ വെറുതെ കഴിക്കാറുണ്ട്. ബ്രെഡിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ വളരെ നല്ല റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ ഉള്ളിൽ എഗ് ബുർജി റോൾ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തു വിടുകയാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലോ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോറിന്റെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഗ് ബുർജി ഉണ്ടാക്കി ബ്രെഡിന്റെയോ ചപ്പാത്തിയുടെയോ ചോറിന്റെയോ ഒക്കെ കൂടെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിമ്പിൾ എഗ് ബുർജി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 മുട്ടയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 2 മുട്ടയിലേക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനായിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ചെറിയ പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. 2 മുട്ടയ്ക്ക് ഒരു സവോള മതി. നിങ്ങൾ മുട്ട കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവോളയുടെ എണ്ണം വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, മല്ലിയില എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സവോള വഴറ്റുന്നതിൻ്റെ ഇടയിൽ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചെയ്യാണ് കൂടുതൽ നല്ലത്. അപ്പോൾ കുറച്ച് ഓയിൽ മതി കേട്ടോ, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഇത് ആദ്യം ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സവോളയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ. ഓവർ കുക്കായി പോകണ്ട. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആയി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഇത് 2 പേർക്ക് സെർവ് ചെയ്യുന്ന അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെയും സവാളയുടെയും എണ്ണം വ്യത്യാസം വരുത്തുക. തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി നമുക്കൊരു 4 പേർക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ ഒരു തക്കാളി മതി. അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1.5 തക്കാളി എടുക്കുക. 6 പേർക്കാണെങ്കിൽ 1.5 തക്കാളി എടുക്കുക. 8 പേർക്കാണെങ്കിൽ മാത്രം 2 തക്കാളി എടുക്കുക. അങ്ങനെ തക്കാളി ഒരുപാട് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തേണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരും. സവോള വലുതായിട്ട് കട്ട് ചെയ്യരുത്. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സവോള ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകണ്ട. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ വേണം നമ്മൾ സവോളയൊക്കെ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സവോള വഴറ്റുന്നതും അതുപോലെ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയല്ല. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണും ഒരു 2 പിഞ്ചും കൂടെ മതിയാവും. ഒരുപാട് എരിവ് വേണ്ട. ഒരുപാട് എരിവുള്ള റെസിപ്പി അല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊന്ന് കുക്കായി വരും. ആവശ്യത്തിന് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പൊടികൾ വേഗം കുക്കായി കിട്ടും കേട്ടോ. വേറെ എക്സ്ട്രാ പൊടികളൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഇത്രയും പൊടികൾ മാത്രം മതി. പിന്നെ ചാറ്റ് മസാലയുടെ ഫ്ലേവറൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 പിഞ്ച് ചാറ്റ് മസാല ചേർക്കാം. അത് ചിലർക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. ചിലർക്ക് ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം നമുക്ക്. നമ്മുടെ മുളക് പൊടിയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ മുട്ടയിൽ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലയ്ക്ക് മാത്രമേ അല്ലെങ്കിൽ ഉപ്പുണ്ടാവുള്ളൂ, മുട്ടയ്ക്ക് ഉപ്പുണ്ടാവില്ല. അപ്പോൾ മുട്ടയിലേക്കും കൂടി ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി തക്കാളി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് ഉടനെ തന്നെ നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് പല രീതിയിൽ കഴിക്കാം കേട്ടോ. മുട്ട ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇത് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യേണ്ട കാര്യമാണ്, അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമല്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു തക്കാളി, ഒരു സവോള, 2 മുട്ട, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ 2 പീസ് ബ്രെഡ് അല്ലെങ്കിൽ 2 ചപ്പാത്തി എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തിട്ട് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അതൊക്കെ നമ്മുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനോ മെയിൻ ഡിഷായിട്ട് കഴിക്കാനോ ഒക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കുട്ടികൾക്ക് കൊടുക്കാം, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, ലഞ്ചായിട്ടും കഴിക്കാം, ഡിന്നറിനും കഴിക്കാം, ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ മുട്ടയൊന്ന് ഡ്രൈ ആയി വരണം. ഇപ്പോൾ കുഴഞ്ഞിരിക്കുന്ന പാകമാണ്. ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുട്ട ഇതുപോലെ പൊടിഞ്ഞു തന്നെ ഇരിക്കണം, എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ 2 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അതിനുശേഷം വേണം നമുക്ക് അടുത്ത കാര്യം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളിങ്ങനെ മുട്ട ഉപയോഗിച്ചുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കാറില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് വയറ് നിറയെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്കിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുഴിവുള്ള പാനിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇളക്കാൻ കൂടുതൽ സൗകര്യമായിരിക്കും. കുറച്ച് വൈഡായിട്ടുള്ള കുഴിവുള്ള പാനിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ കറി റെസിപ്പികളും ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് വേറെ റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മുട്ടയൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നല്ല കളർഫുൾ അല്ലേ. ആ തക്കാളിയുടെ റെഡ് ഷെയ്ഡും പച്ചമുളകിൻ്റെ ഒരു പച്ച കളറും ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. പച്ചമുളക് ഒരുപാട് വേണ്ട എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അങ്ങനൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിൽ. മുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ആ മല്ലിയിലയും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആവുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ആവുക. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയിലേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുമ്പോൾ 2 ബ്രെഡോ ഒരു ചപ്പാത്തിയോ ഒക്കെ വെച്ചിട്ട് പ്ലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.